ഞാൻ പ്രിന്റുവിലേക്ക് വരികയാണ്. ദേശീയ മാധ്യമ മേഖല ഇന്ന് പട്നയിൽ നടന്ന റാലിയെ, മാർച്ചിനെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. ജനങ്ങൾക്ക്, അവിടെയുള്ള ജനങ്ങൾക്ക്, ബീഹാറിലെ ജനങ്ങൾക്കുള്ളൊരു ആശങ്ക, ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ബാധിച്ചിരിക്കുന്ന ആശങ്ക ഈ രീതിയിൽ പ്രതിപക്ഷം കൂട്ടായി നിന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നു. ആ ആശങ്ക പരിഗണിക്കപ്പെടുമോ എന്നൊരു ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയരുന്നു. ഈ ആശങ്ക ഉയർന്നു വന്നതിന് ശേഷം ഭരണാധികാരികളോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയോ സ്വീകരിച്ച നിലപാട് അതിന് ചെവി കൊടുക്കുന്നതായിരുന്നില്ല. അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നൊരു സൂചന ഉണ്ടോ? കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് പങ്കെടുക്കുന്ന പ്രിന്റു, താങ്കൾക്ക് പറയാൻ എന്തുണ്ട്? അല്ല, ഈ ബീഹാറിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ റാലി, ആ റാലി സത്യത്തിൽ ഈ മുക്കൂട്ട് മുന്നണി വീണ്ടും ഈ ബീഹാറിൻ്റെ ഇലക്ഷൻ രാഷ്ട്രീയത്തിനകത്ത് അല്പമെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ആശ്വസിക്കാനുള്ള വക കിട്ടുമോ എന്നൊരു ആശയ സംവാദത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിഷലിപ്തമായിട്ടുള്ള വലിയൊരു പ്രചരണം കഴിഞ്ഞ 16 ദിവസമായിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ മുന്നണി സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ നിൽക്കുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടി കേന്ദ്ര സർക്കാരിനെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്നു. ഈ നുണപ്രചരണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 11 വർഷമായി. ഈ 11 വർഷമായിട്ടും യാതൊരു തരത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിയിലോ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിലോ ഒരു മാറ്റം വരുത്താൻ ഈ മുന്നണി സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. കാരണം ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ മുന്നണി സംവിധാനത്തിനോടുള്ള വിശ്വാസയോഗ്യത തെളിഞ്ഞതാണ്. കാരണം ഈ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബീഹാറിനകത്ത് അവർ മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? അവിടുത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ്റെ മകൻ. അതായത് ഒരു രാജ്യ പരമ്പര പോലെ തന്നെ ഭരണാധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നടന്നൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. കാരണം ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ബാലക് ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഗിമിക്കുകൾക്ക് പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്, കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ അപ്പോൾ അദ്ദേഹം ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്ര ജനങ്ങളെ ഈ രാജ്യത്ത്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതല്ലേ? ഒരു ആരോപണം ഉയർത്തുന്ന സമയത്ത് അതിനകത്ത് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നു. അദ്ദേഹം പറയുന്നു ഈ രാജ്യത്തിൽ വോട്ട് ചോർ നടത്തുന്നവരാണ് BJP-ക്കാർ, കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ട് തെളിയിക്കാനുള്ള ശ്രമം നടത്തേണ്ടതല്ലേ? അങ്ങനെ ഒരു ശ്രമമായിട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായത്തിനകത്ത് പറയുന്നത് ശരിയാണെന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാകും. അദ്ദേഹം അത് നടത്തിയില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ പരസ്യമായിട്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. നിങ്ങൾ ഇതിനകത്ത് ആധികാരികമായി തെളിവുകളുള്ള അഫിഡവിറ്റ് നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോകാമായിരുന്നു. അദ്ദേഹം അതൊന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു തെരുവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം സ്ഥിരം നടത്തുന്ന യാത്രകൾ, ആ യാത്രകളെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഇലക്ഷൻ തന്ത്രം മാത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഇന്ന് ആഗോള തലത്തിൽ തന്നെ മറ്റു വിഷയങ്ങളിലേക്ക് പോകല്ലേ പ്രിന്റ് മാഷേ, മറ്റു വിഷയങ്ങളിലേക്ക് പോകല്ലേ, ഇത് പറഞ്ഞു നിർത്തും, ആഗോള വിഷയങ്ങളിലേക്ക് വരാം. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വിഷലിപ്തവും, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ, നിങ്ങളിപ്പോൾ രാഹുൽ ഗാന്ധി വിശ്വസിച്ചുകൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് CPM പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അത് ഏറ്റുപിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. CPIയും CPM-ഉം CPM-ലുകാരും ഒക്കെ അല്ല. ഞാൻ തുടരട്ടെ, ഞാൻ പറയട്ടെ? പറഞ്ഞു നിർത്തൂ. പറയാം. അദ്ദേഹം പല തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ചൗക്കിദാർ ജോർ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രചരണമായിരുന്നല്ലോ. ആ പറഞ്ഞ സമയത്ത് എന്തായിരുന്നു ഇന്ത്യയിൽ കണ്ടത്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തോറ്റുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മരണത്തിന് വ്യാപാരിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു. ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയില്ല, നിങ്ങളുടെ സഹോദരിമാരുടെ മാനവും അഭിമാനവും ഒക്കെ നഷ്ടപ്പെടാൻ പോകുന്നുള്ള ഒരു കുപ്രചരണം നടത്തി. അങ്ങനെ നിരന്തരമായിട്ട് ബാലക ബുദ്ധിയിൽ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം നടത്തുക. അതിനകത്ത് ഒരിക്കലും അദ്ദേഹത്തിന് തെളിവുകൾ നടത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. പലപ്പോഴും കോടതികളിൽ പോയിട്ട് മാപ്പ് പറയുന്ന സാഹചര്യമാണ് രാഹുൽ ഗാന്ധി. ഇപ്പം അടുത്ത കാലത്ത് പോലും ഇപ്പോൾ പൂനെയിൽ നിന്ന് നടന്ന വീര സവർക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശത്തിൽ കോടതി പോലും അദ്ദേഹത്തിനോട് നിരന്തരമായി മാപ്പ് പറയുകയാണ്. അത് രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള, പാർലമെന്റിൽ നടത്തിയിട്ടുള്ള, രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശം സുപ്രീം കോടതി പോലും ഇടപെടുന്നു. അങ്ങനെയുള്ള ഒരു വിശ്വാസയോഗ്യമല്ലാത്ത ബാലക ബുദ്ധി എന്ന് ബാലക ബുദ്ധി എന്നുള്ള പ്രയോഗം കുട്ടികളുടെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും നടത്തല്ലേ? താങ്കളെ കുട്ടികളുടെ ബുദ്ധിയെ പ്രകീർത്തിക്കുന്നതാണ് നമ്മളൊക്കെ. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരു കുട്ടിയാണ്. ബാലകരുടെ ബുദ്ധിയെ അദ്ദേഹം കവിഞ്ഞ ബുദ്ധി പ്രയോഗിച്ചില്ല, ബുദ്ധിക്കുറവ് കാണിച്ചു എന്നോ മറ്റോ താങ്കൾ പറഞ്ഞോളൂ. തുടരൂ.
തുടർന്ന് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് കൃത്യമായിട്ട് വ്യക്തം അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം ശിവദാസനെ പോലെയുള്ള ആളുകൾ പാർലമെന്റിനകത്ത് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പ്രസ്താവന, അദ്ദേഹം നടത്തിയിട്ടുള്ള കോമാളിത്തരങ്ങളൊക്കെ അദ്ദേഹം നിരന്തരം കാണുന്നതാണല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഏറ്റുപിടിച്ചത് കൊണ്ടും കേന്ദ്ര സർക്കാരിനെതിരെ കെട്ടിച്ചമയ്ക്കപ്പെട്ട നുണങ്ങൾ നടത്തിക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ആധികാരികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം സമീപിക്കട്ടെ, സുപ്രീം കോടതിയെ സമീപിക്കട്ടെ, എന്നിട്ട് അതിനകത്ത് അദ്ദേഹം വ്യക്തത വരുത്തട്ടെ.